എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ, ദൈനംദിനമായി മനസ്സിനെ കുത്തിവെക്കുന്ന കഠിന വാക്കുകൾ, ബന്ധങ്ങളെ തളർത്തുന്ന തെറ്റിദ്ധാരണകൾ, ഹൃദയം പൊള്ളിക്കുന്ന മൗനങ്ങൾ, ഇതെല്ലാം ഞാൻ കാണുന്നു. നിങ്ങൾക്കും ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടാകാം, ഈ വീട് എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഒരിക്കൽ ചിരി നിറഞ്ഞിടമായിരുന്ന ഈ സ്ഥലം എന്തുകൊണ്ട് ഇപ്പോൾ കയ്പ് നിറഞ്ഞതായി തോന്നുന്നു? എന്റെ മകനെ, എന്റെ മകളെ, ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ഉള്ള വീട് നിങ്ങൾ കരുതുന്നതിലും വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ബന്ധങ്ങൾ അവരുടെ പരുങ്ങലിലും വലിപ്പമുണ്ട്. നിങ്ങൾ വഴിയരികിൽ വീണുപോയില്ല. നിങ്ങളുടെ വീടിന്റെ വേദനയിൽ വലിയൊരു ദൈവീയ പ്രവർത്തനം നടക്കുകയാണ്. കുടുംബത്തെ ഞാൻ ഒരു പുണ്യസ്ഥലമായി സൃഷ്ടിച്ചു. അവിടെ സ്നേഹമുണ്ടാകണമെന്നും മനസ്സിലാക്കൽ ഉണ്ടാകണമെന്നും പരസ്പരം നോവില്ലാതെ സംസാരിക്കാൻ കഴിയണമെന്നും ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ നിങ്ങളുടെ ഹൃദയം എനിക്കറിയാം, എല്ലായ്പ്പോഴും അത്രയും എളുപ്പമല്ല അത്. നിങ്ങൾ സ്നേഹിച്ചവരിൽ നിന്നു തന്നെ വേദന പിറക്കുന്നത് വലിയൊരു മുറിവാണ്. പുറത്തുള്ളവരെ സഹിക്കാൻ എളുപ്പമാകും, പക്ഷേ സ്വന്തം വീട്ടിലെ വാക്കുകൾ പലപ്പോഴും വാളിനേക്കാൾ മൂർച്ചയുള്ളത്. നിങ്ങൾ അനുഭവിക്കുന്ന ആ കത്തുന്ന വേദന ഞാൻ കാണുന്നു. മക്കളെ, നിങ്ങൾ തമ്മിൽ തർക്കിക്കുന്ന ശബ്ദം ഉയരുമ്പോഴും വേദനയിൽ ഉരുകുന്ന മൗനം വീട് നിറയ്ക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ അരികിലുണ്ടെന്ന് അറിയണം. ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, യേശുവേ, ഞങ്ങളുടെ വീട്ടിൽ സമാധാനം ഇല്ല, ഞങ്ങൾ എത്ര ശ്രമിച്ചാലും പ്രശ്നങ്ങൾ നിലച്ചു പോകുന്നില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയും, സമാധാനം എന്നത് പ്രശ്നങ്ങളില്ലാത്ത സ്ഥിതിയല്ല, എന്റെ സാന്നിധ്യം നിറഞ്ഞ സ്ഥിതിയാണ്. നിങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ടുണ്ടാകുന്ന നിശബ്ദ അകലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരേ സ്ഥലത്ത് ജീവിച്ചാലും ഹൃദയം ദൂരെയാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരുമിച്ച് ചിരിച്ച മുഖങ്ങൾ ഇന്ന് പരസ്പരം കാണാൻ പോലും മടിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മക്കളെ, ഈ വഴികൾ എല്ലാം അവസാനമല്ല. ഈ തകർച്ചയുടെ ഇടയിൽ ഞാൻ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളെ പിരിച്ചുപിരിച്ചിട്ടതെല്ലാം ഒരുമിപ്പിക്കാൻ, മുറിവേറ്റ സ്നേഹത്തെ പുതുതായി പുനരുജ്ജീവിപ്പിക്കാൻ ഞാൻ മുന്നിൽ നിൽക്കുകയാണ്. നിങ്ങളിൽ ഓരോരുത്തരും വേദനയുടെ ചുമടുമായി നടക്കുന്നു. ആരും മറ്റൊരാളുടെ മാനസിക ഭാരമെത്രയെന്ന് മനസ്സിലാക്കാറില്ല. ഓരോരുത്തരും തങ്ങളുടെ വേദനകൾക്കുള്ളിൽ പൂട്ടിയിരിക്കുമ്പോൾ സ്നേഹം മങ്ങിത്തുടങ്ങും. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ വേദനകളാണ് ദൈവീയ സമാധാനത്തിന് വഴിയൊരുക്കുന്നതിന്റെ തുടക്കം. എന്നെ കേൾക്കൂ മക്കളെ. നിങ്ങളുടെ വീടിന് സമാധാനം വരാൻ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഹൃദയം എനിക്ക് തുറക്കണം. നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നവർ മാറാതെ വന്നാലും, നിങ്ങൾ പറയുന്ന വാക്കുകൾ കേൾക്കാതെ വന്നാലും, നിങ്ങൾക്കുള്ളിലെ കഠിനത ഞാൻ മാറ്റിത്തുടങ്ങും. കാരണം സമാധാനത്തിന്റെ വിത്ത് ആദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടണം. നിങ്ങൾ ശാന്തമാകുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ പതുക്കെ ശാന്തമാകും. നിങ്ങൾ ക്ഷമിക്കാൻ പഠിക്കുമ്പോൾ അവരുടെ ഹൃദയവും ഞാൻ മൃദുവാക്കും. കുടുംബത്തിലെ തർക്കങ്ങൾ പലപ്പോഴും വേദനയേറും വാക്കുകളിൽ നിന്ന് തുടങ്ങും. ചിലപ്പോൾ ഒരു ചെറിയ കാര്യം തന്നെ വലിയ പൊട്ടിപ്പൊളിവാക്കി മാറ്റും. നിങ്ങൾ പറയുന്ന വാക്കുകൾ അവരുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കും. അവരുടെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ പൊള്ളിക്കും. ഒരു നിമിഷത്തിൽ പറഞ്ഞൊരു വാക്ക് വർഷങ്ങളോളം വേദന നൽകും. പക്ഷേ നിങ്ങൾ അറിയുന്നില്ല, ക്ഷമയുടെ ഒരു വാക്ക് ആ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ തുകലുകൾ പിരിച്ചറിയും. മക്കളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കും. നിങ്ങൾ ഒരിക്കൽ നിങ്ങളുടെ വീട്ടിലെ സംഘർഷത്തിനിടെ നിങ്ങൾ നിശബ്ദമായി കണ്ണ് അടച്ച് എന്നെ വിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒറ്റപ്പെട്ട് കരഞ്ഞ ഒരു രാത്രിയിൽ ഒരിക്കൽ, യേശുവേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ വിളി ഞാൻ കേട്ടു. നിങ്ങളുടെ കരച്ചിലിന്റെ അറ്റത്തും എന്റെ കൈ നീണ്ടിരുന്നു. നിങ്ങൾ കണ്ടില്ലെങ്കിലും ഓരോ തവണ നിങ്ങൾക്കു തർക്കം തീരണമെന്നുണ്ടായപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു മൃദുവായ ശബ്ദം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശാന്തനാവൂ, അത് ഞാൻ തന്നെയാണ്. എന്റെ സമാധാനം നിങ്ങളോട് ഒരു കാറ്റുപോലെ വന്നു തൊടില്ല, അത് ഒരു നദി പോലെ പതുക്കെ ഒഴുകിവരും. ആദ്യം ചെറുതായിരിക്കും, പക്ഷേ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തെ ആകെ നിറക്കും. നിങ്ങൾ വീട്ടിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് എന്റെ സ്നേഹത്തിന്റെ മണം ഉണ്ടാകും. നിങ്ങൾ ആശ്വസിപ്പിക്കുമ്പോൾ നിങ്ങളുടെ സ്പർശത്തിന് എന്റെ ശാന്തത ഉണ്ടാകും. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്റെ പ്രകാശം തെളിയും. മക്കളെ, പല കുടുംബങ്ങളും തകർന്നു പോകുന്നത് പ്രശ്നങ്ങളുടെ കാരണത്താൽ അല്ല, പ്രശ്നങ്ങൾക്കു മുകളിലൂടെ ഉയരുന്ന സ്നേഹത്തിന്റെ അഭാവമാണ് കാരണം. പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, സ്നേഹം ക്ഷമയിൽ വളരും, ക്ഷമ സമാധാനത്തിൽ വളരും, സമാധാനം ദൈവത്തിന്റെ വാക്കിൽ വളരും. നിങ്ങളുടെ വീട്ടിൽ സമാധാനം വരട്ടെ എന്നാഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഹൃദയം ആദ്യം ഞാൻ മാറ്റട്ടെ. നിങ്ങളോട് തെറ്റുപറഞ്ഞവരെ നിങ്ങൾക്ക് ഉടൻ മാറ്റാനാകില്ല, പക്ഷേ അവരെ കാണുന്ന നിങ്ങളുടെ കണ്ണുകളെ ഞാൻ മാറ്റും. നിങ്ങളെ വേദനിപ്പിച്ചവരുടെ ഹൃദയം നിങ്ങൾക്കും അറിഞ്ഞു തോന്നും, പക്ഷേ അവരെ ക്ഷമിക്കാൻ കഴിയുന്ന കരുത്ത് ഞാൻ നിങ്ങളേക്കു നൽകും. തീർച്ചയായും നിങ്ങളോട് കഠിനമായി പെരുമാറിയവരുടെ ഹൃദയം ഞാൻ തൊട്ടുമാറും. ചിലപ്പോഴൊക്കെ നിങ്ങൾക്കു തോന്നിയിട്ടുണ്ട്,
യേശുവേ, ഞാൻ മാത്രം സ്നേഹിക്കുകയാണ്, ഞാൻ മാത്രം വഴങ്ങുകയാണ്, ഞാൻ മാത്രം സഹിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു കാര്യമാണ് മറന്നത്. സഹിക്കുന്നത് തോൽവിയല്ല, സഹിഷ്ണുതയാണ് വിജയം. വഴങ്ങുന്നത് ദൗർബല്യമല്ല, സ്നേഹത്തിന്റെ ഉയർന്ന രൂപമാണ്. സ്നേഹിക്കുന്നത് നഷ്ടമല്ല, ദൈവത്തിന്റെ ഹൃദയമാണ് അത്. മക്കളെ, ഞാൻ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിൽ നടക്കുന്നു. നിങ്ങളുടെ വീട്ടിലെ നാൾ നീണ്ട വേദന ഞാൻ തൊടുന്നു. നിങ്ങൾ തമ്മിൽ പറഞ്ഞ കഠിനവാക്കുകളുടെ കറുത്ത പാടുകൾ ഞാൻ കഴുകിത്തുടങ്ങുന്നു. നിങ്ങളിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഞാൻ എന്റെ ശാന്തതയുടെ എണ്ണ ഒഴിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ഒരിക്കൽ കേട്ടിരുന്നതുപോലെ വീണ്ടും ചിരിയുടെ ശബ്ദം ഉയരും. ഒരിക്കൽ ഒരുമിക്കാത്ത ഹൃദയങ്ങൾ വീണ്ടും ഒരുമിക്കപ്പെടും. വർഷങ്ങളായി നേടിയില്ലാത്ത ഒരു സുഖകരമായ ശാന്തി നിങ്ങളുടെ വീടിന്റെ വായുവിൽ നിറയും. നിങ്ങളുടെ അടുക്കളയിൽ, നിങ്ങളുടെ ചുറ്റുമുള്ള മുറികളിൽ, നിങ്ങളുടെ മനസ്സിന്റെ ഇടനാഴികളിൽ എന്റെ സ്ഥിതിയുടെ മൃദുലമായ പ്രകാശം തെളിയും. കുടുംബം ഞാൻ തന്ന സമ്മാനമാണ്. കുടുംബത്തിൽ സമാധാനം എന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. ഇന്ന് നിങ്ങൾ എന്റെ വാക്കുകൾ കേട്ടാൽ നിങ്ങൾക്ക് ഞാൻ ഒരു പുതിയ തുടക്കം തരാം. പഴയ വേദന മങ്ങും. പഴയ തർക്കങ്ങൾ പടിപടിയായി അവസാനിക്കും. നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ വാക്കുകളിൽ മൃദുത്വം വരും. നിങ്ങൾ ഒരുമിച്ച് ഇരിക്കുമ്പോൾ അകലം ഇല്ലാതാകും. നിങ്ങളുടെ വീട് ഒരു കെട്ടിടമല്ല, അത് എന്റെ സമാധാനം വസിക്കുന്ന ഒരു പുണ്യസ്ഥലമായിരിക്കും. മക്കളെ, ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കെട്ടിപ്പടുക്കുന്നു. ഇത് സാധാരണ സമാധാനം അല്ല, എന്റെ സമാധാനം. ലോകം നൽകാത്തതും ലോകം എടുത്തുകൂടാത്തതുമായ ശാന്തി. നിങ്ങൾ വിശ്വസിച്ച് എന്റെ കൈപിടിക്കൂ. നിങ്ങളുടെ വീടിനും നിങ്ങളുടെ ബന്ധങ്ങൾക്കും നിങ്ങളുടെ ഹൃദയത്തിനും ഞാൻ ഇപ്പോൾ ശാന്ത പകരുന്നു. നിങ്ങളുടെ തർക്കങ്ങൾ അവസാനിക്കുന്നു. നിങ്ങളുടെ വേദന ശാന്തമാവുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾ പുതിയ പ്രകാശത്തിലേക്ക് മാറുന്നു. നിങ്ങളുടെ വീട്ടിൽ സമാധാനത്തിന്റെ കാറ്റ് വീശിത്തുടങ്ങി. മക്കളെ, ഞാൻ വരുന്നു. ഞാൻ അവിടെ തന്നെയാണ്. എന്നും എന്നും നിങ്ങളോടൊപ്പം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വീണ്ടും എന്റെ വാക്കുകളിലേക്ക് ചെവി കൊടുത്തതിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് അറിയണമെന്നുണ്ട്, നിങ്ങൾ ചോദിക്കുന്ന ഓരോ സഹായവിളിക്കുമുള്ള മറുപടി ഞാൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വീണ്ടും സമാധാനം തേടിയെത്തിയത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും നന്മയുള്ള ഹൃദയമുണ്ടെന്നതിന് തെളിവാണ്. അത് മുറിവേറ്റിരിക്കാം, തളർന്നിരിക്കാം, പുറമേക്കാർക്ക് മനസ്സിലാകാത്ത പാടുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതിന്റെ ആഴത്തിൽ സ്നേഹമുണ്ട്. അതിന്റെ അകത്ത് സമാധാനം തേടുന്ന ഒരു ശബ്ദമുണ്ട്. അതാണ് ഞാൻ കേൾക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിലെ ആ നിശബ്ദ കുളിർക്കാറ്റാകട്ടെ. ഞാൻ ഓരോ മുറിയിലും വഴി നടക്കുന്നു. നിങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത വേദനകളെ ഞാൻ സ്പർശിക്കുന്നു. നിങ്ങൾ മറച്ചുവെച്ച കണ്ണുനീരിന്റെ പാടുകൾ ഞാൻ കാണുന്നു. നിങ്ങൾ ഒറ്റപ്പെട്ട് ഒന്നും പറയാതെ താങ്ങി നിന്ന രാത്രികളെ ഞാൻ ഓർക്കുന്നു. മക്കളെ, നിങ്ങൾ കരുതുന്നില്ലെങ്കിലും ആ നിമിഷങ്ങളിൽ നിങ്ങളുടെ തലയിൽ എന്റെ കൈയുണ്ടായിരുന്നു. കുടുംബ തർക്കങ്ങൾ നിങ്ങൾ കരുതുന്നതിലും ആഴത്തിൽ മുറിവേൽപ്പിക്കും. ഒരു വാക്ക്, അത് ഒരു നിമിഷം മാത്രം, പക്ഷേ അതിന്റെ പ്രതിധ്വനി വർഷങ്ങളോളം അതേ ഹൃദയത്തെ അടിച്ചു കീറാറുണ്ട്. ചിലപ്പോൾ നിങ്ങളിൽ ചിലർ ചോദിക്കും, ഇങ്ങനെ പറഞ്ഞ കാര്യം ഇത്രയും വേദനിപ്പിക്കണമോ? അതെ മക്കളെ. കാരണം പറഞ്ഞ വാക്ക് നിർദ്ദയമായിരുന്നില്ലെങ്കിലുമെങ്കിലും അത് കേട്ട ഹൃദയം ഇതിനകം ദുർബലമായിരുന്നു. അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്. ഒരു വാക്ക് വീടിനെ തകർക്കാനാകുന്നതുപോലെ ഒരു വാക്ക് വീടിന് ജീവൻ തരുമെന്നുമാണ്. നിങ്ങൾ തമ്മിൽ തർക്കിച്ച ശേഷം വരുന്ന നിശബ്ദം പോലും വെട്ടിത്തുളയ്ക്കുന്നതാണ്. ഒരേ കുടക്കീഴിൽ താമസിക്കുമ്പോഴും ഹൃദയങ്ങൾ തമ്മിൽ ദൂരെയായി പോകുന്ന ആ അനുഭവം എത്ര വേദനാജനകമാണെന്നു ഞാൻ അറിയുന്നു. ഒരു ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഒരിക്കൽ ചിരിച്ചിരുന്നവർ ഇന്ന് മുഖം തിരിച്ച് ഇരുന്നു കൊള്ളുമ്പോൾ നിങ്ങളെ ഹാഥര കേടാകുന്നുണ്ട്. എന്നാൽ ഓർക്കൂ, ഈ നിശബ്ദം നിങ്ങളുടെ കഥയുടെ അവസാനം അല്ല. ഈ നിശബ്ദം ശാന്തതയുടെ തുടക്കം ആകാനാണ് ഞാൻ തയ്യാറാക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഓരോ സംഘർഷവും ഞാൻ ഉപയോഗിക്കുന്നു, തകർക്കാൻ അല്ല, പുനർനിർമ്മിക്കാൻ. പലപ്പോഴും നിങ്ങൾക്ക് തോന്നും, ഞങ്ങളുടെ വീട്ടിൽ ഒന്നും മാറുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കാണാത്തിടത്ത് വലിയ മാറ്റങ്ങൾ നടക്കുകയാണ്. മനുഷ്യർക്ക് ദൃശ്യമാകാത്ത സ്ഥലങ്ങളിൽ ആണ് ദൈവം തന്റെ ഏറ്റവും വലിയ പ്രവൃത്തികൾ ചെയ്യുന്നത്. വേരുകൾ മണ്ണിനടിയിൽ വളരുന്നതുപോലെ നിങ്ങളുടെ വീട്ടിലെ സമാധാനത്തിന്റെ വേരുകൾ ഇപ്പോൾ എന്റെ കൈയാൽ പാകപ്പെടുന്നുണ്ട്. നിങ്ങളിൽ ചിലർ ഇപ്പോഴും പഴയ മുറിവുകൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. വർഷങ്ങളായി കേട്ട കഠിനവാക്കുകൾ, വിശ്വസിച്ചു കൊടുത്ത ഹൃദയം ചതഞ്ഞ നിമിഷങ്ങൾ, ആത്മാവിനെ തളർത്തിയ ഉപേക്ഷിക്കലുകൾ, അവയെല്ലാം നിങ്ങളുടെ മനസ്സിന്റെ ദൂരെയൊരു കോണിൽ അടങ്ങിയിരിക്കുന്നു. പക്ഷേ മക്കളെ, നിങ്ങൾ അതെല്ലാം പിടിച്ചു നിൽക്കുമ്പോൾ സമാധാനത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടും. ഒന്നിനെ പിടിച്ചു നിൽക്കുന്നത് ഒരിക്കലും സമാധാനം നൽകില്ല, വിടുന്നത് മാത്രമാണ് സുഖം നൽകുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, യേശുവേ, ഞാൻ മാത്രം വഴങ്ങിക്കൊണ്ടിരിക്കണമോ? ഞാൻ മാത്രം മിണ്ടാതിരിക്കണമോ? ഇല്ല മക്കളെ.
ഞാൻ നിങ്ങളോട് പറഞ്ഞത് വഴങ്ങുക എന്നല്ല, വഴിമാറുക, അതായത് മനസ്സിനെ ഉയർത്തുക. തളരുക എന്നല്ല, സ്നേഹത്തിന്റെ ഉയർന്ന നിലയിൽ നിൽക്കുക. ഒരിക്കൽക്കും എന്റെ സ്നേഹത്തെ മനസ്സിലാക്കാൻ നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. നിങ്ങൾ ഹൃദയം തുറക്കുന്നതുവരെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം മാറ്റാൻ തുടങ്ങുക. നിങ്ങൾ എന്റെ സമാധാനം സ്വീകരിക്കുമ്പോൾ അത് സമീപിക്കുന്ന എല്ലാവർക്കും അനുഭവപ്പെടും. ഒരു വീട്ടിൽ ഒരാൾ മാത്രം ശാന്തനാവുകയാണെങ്കിലും ആ ശാന്തത ഒരു ദീപമുള്ള പോലെ വീട്ടിന്റെ മുഴുവൻ അന്തരീക്ഷം മാറ്റും. ഒരു വീട്ടിൽ ഒരാൾ മാത്രം ക്ഷമിക്കുകയാണെങ്കിലും ആ ക്ഷമയുടെ മണം എല്ലാവർക്കും പകരും. ഒരു വീട്ടിൽ ഒരാൾ മാത്രം സ്നേഹത്തോടെ സംസാരിക്കുകയാണെങ്കിലും ആ സ്നേഹം തീയുടെ ചൂടിനെ പോലെ കഠിന ഹൃദയങ്ങളെ മൃദുവാക്കും. മക്കളെ, ഞാൻ ഇപ്പോൾ നിങ്ങളോട് ആഴത്തിൽ സംസാരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം വേദനയുണ്ട്. അവർ അത് പറഞ്ഞിട്ടില്ല, അവർ അതിന്റെ ഭാരമൊന്നും കാണിക്കാൻ അനുവദിച്ചിട്ടില്ല. അവർ ചിലപ്പോൾ കഠിനമായി പെരുമാറുന്നു, കാരണം അവർ ഉള്ളിൽ തകർന്നു കിടക്കുന്നു. നിങ്ങളെ വേദനിപ്പിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല, അവർ തന്നെ അവരുടെ വേദനയിൽ നഷ്ടപ്പെട്ടവരാണ്. നീ അനുഭവിക്കുന്നതുപോലെ അവർക്കും തങ്ങളുടെ പോരാട്ടമുണ്ട്. നീ കരയുന്നതുപോലെ അവർ മൗനത്തിൽ കരയുന്നുണ്ട്. നീ മാറിപ്പോകണമെന്ന് തോന്നിയതുപോലെ അവർ തന്നെയും ഒരിക്കൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിൽ ഓരോരുത്തരുടെയും ഹൃദയം ഒരുമിച്ച് തൊടുന്നത്. ഞാൻ ഒരാളെ മാത്രം മാറ്റുകയല്ല, മുഴുവൻ കുടുംബത്തെയും പുതുക്കുകയാണ്. നിങ്ങൾ അയക്കുന്ന ഒരു സ്നേഹപൂർവമായ കണ്ണോട്ടം, നിങ്ങൾ നൽകുന്ന ഒരു ശാന്തമായ വാക്ക്, നിങ്ങൾ കാണിക്കുന്ന ഒരു കരുണ, അവ നിസ്സാരമല്ല. അവയാണ് വീട്ടിൽ സമാധാനമുണ്ടാക്കുന്ന വിത്തുകൾ. അവയാണ് നിങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കുന്ന കാതലായതിന്. ഒരു ദിവസം നിങ്ങൾ അതിന്റെ ഫലം കാണും. ഒരുപാട് നാളുകൾ തർക്കിച്ചിരുന്നവരും ഒരിക്കൽ നിങ്ങളോട് ശത്രുതയോടായിരുന്നവരും നിങ്ങളുടെ മുൻപിൽ മൃദുവായി മാറുന്ന അത്ഭുതം നിങ്ങൾ കാണും. മക്കളെ, ഞാൻ നിങ്ങളെ ഒരു കാര്യം ഉറപ്പു നൽകുന്നു. ഒരു വീട്ടിൽ ഒരാൾ മാത്രം സത്യസ്നേഹം നടപ്പാക്കുകയാണെങ്കിലും ആ വീട്ടിലെ മുഴുവൻ അന്തരീക്ഷം മാറും. കാരണം സമാധാനം ഒരാളുടെ ഹൃദയത്തിൽ തുടങ്ങി മറ്റെല്ലാവരിലേക്കും ഒഴുകുന്ന ദൈവീയ നദിയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിൽ എന്റെ ശാന്തതയാൽ നിറയ്ക്കട്ടെ. വർഷങ്ങളായി നിങ്ങൾക്ക് വേദന നൽകിയ വാക്കുകളെ ഞാൻ കഴുകി നീക്കട്ടെ. അകന്നുപോയ ഹൃദയങ്ങളെ ഞാൻ അടുത്തു കൊണ്ടുവരട്ടെ. തെറ്റിവന്ന മനസ്സുകളെ ഞാൻ പുതുക്കട്ടെ. നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് എന്റെ സാന്നിധ്യത്തിന്റെ പ്രകാശം തെളിയട്ടെ. നിങ്ങൾ വസിക്കുന്ന സ്ഥലമൊന്നാകട്ടെ ഒരു അഭയസ്ഥാനം, സ്നേഹം നിറഞ്ഞ, ശാന്തത നിറഞ്ഞ, ദൈവികമായൊരു കിരണമുള്ള സ്ഥലം. നിങ്ങൾ ഇപ്പോഴും സംശയിക്കുന്നുണ്ടെങ്കിൽ കേൾക്കൂ. സമാധാനം ഒരു ദിവസം കൊണ്ടുവരില്ല, പക്ഷേ ഓരോ ദിവസവും ഞാൻ നിങ്ങളെ അതിലേക്ക് നയിക്കുന്നു. ഓരോ ശ്വാസവും നിങ്ങൾ അന്വേഷിക്കുന്ന ശാന്തതയ്ക്കുള്ള ഒരു ചുവടാണ്. ഓരോ കണ്ണുനീരും വീട്ടിലെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ വീടിനെ പുതിയതായി ഞാൻ പണിയുന്നു. നിങ്ങളുടെ ബന്ധങ്ങളെ പുതിയ ചൂടോടെ ഞാൻ നിറയ്ക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിയിൽ സമാധാനം എന്ന പ്രകാശം ഞാൻ തെളിക്കുന്നു. മക്കളെ, നിങ്ങളുടെ വീട്ടിൽ തർക്കങ്ങൾ അവസാനിക്കുന്നു. നിങ്ങളുടെ വീടിന്റെ മീതെ എന്റെ സമാധാനം ഇറങ്ങിവരുന്നു. നിങ്ങളുടെ ഹൃദയം ശാന്തമാകുന്നു. നിങ്ങളുടെ വാക്കുകൾ മൃദുവാകുന്നു. നിങ്ങളുടെ ബന്ധങ്ങൾ പുതുതായി ഉയർത്തെഴുന്നേൽക്കുന്നു. നിങ്ങളുടെ ജീവിതം ഇനി വഴക്കിന്റെ കഥയല്ല, സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, ശാന്തിയുടെ കഥയാണ്. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ എല്ലാ ദിവസങ്ങളും, നിങ്ങളുടെ വീട്ടിലെ എല്ലാ മുറികളിലും, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലുമെല്ലാം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ വരുന്നു. കാരണം നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും എന്റെ ശബ്ദം തേടുന്നു. നിങ്ങൾ വീണ്ടും സമാധാനം കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വീടിന്റെ വായുവിൽ ഇപ്പോഴും ചില തോന്നാത്ത ഭാരങ്ങളുണ്ട്. ചില വാക്കുകളുടെ പ്രതിധ്വനി ഇപ്പോഴും മങ്ങാതെ നിലകൊള്ളുന്നു. ചില മുഖങ്ങളിൽ ഇനി വരാത്ത ചിരികളെക്കുറിച്ചുള്ള ആഗ്രഹം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു. അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങളുടെ ആത്മാവ് ചോദിക്കുന്നു, യേശുവേ, ഞങ്ങളുടെ വീട്ടിൽ സമാധാനം സത്യമായും വരുമോ? മക്കളെ, ഞാൻ വീണ്ടും പറയുന്നു, വരും. തീർച്ചയായും വരും. കാരണം ഞാൻ പറയുന്നതിൽ കള്ളമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ വിതച്ച സമാധാനത്തിന്റെ വിത്തുകൾ മുളയ്ക്കാനുള്ള സമയമെത്തിയിരിക്കുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് തോന്നാതിരിക്കാം, പക്ഷേ ഞാൻ നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി അദൃശ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒരിക്കൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാവിലെ വീട്ടിൽ ഒരു ചെറിയ ശാന്ത തോന്നിയതോ? സാധാരണക്കളേക്കാൾ കുറച്ചു കഠിനമായ വാക്കുകൾ കുറവായിരുന്നുവോ? ആരോ നിങ്ങളോട് ഒരു മൃദുവായ വാക്ക് പറഞ്ഞുവോ? നിങ്ങൾ അത് യാദൃശ്ചികമാണെന്നു കരുതിയിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞുതരാം, അത് യാദൃശ്ചികമല്ല. അത് എന്റെ സ്പർശമാണ്. വർഷങ്ങളായി വെക്കാതെ നടന്ന വേദനകൾ, പറയാതെ അടങ്ങിയ വികാരങ്ങൾ, പൊട്ടിപ്പോയ ബന്ധങ്ങളുടെ അറ്റങ്ങൾ, ഇവയെല്ലാം ഒരേ നിമിഷത്തിൽ മാറുകയില്ല, പക്ഷേ മാറും. തീർച്ചയായും മാറും. ഒരു നദിയുടെ ഒഴുക്കിനെ നിങ്ങൾ തടഞ്ഞാലും അത് ഒരു വഴിയിലൂടെ പുറത്തെത്തും. അതുപോലെ തന്നെ കുടുംബത്തിലെ സമാധാനവും
തടസ്സങ്ങൾ ഉണ്ടായാലും ലോകത്തെ അത് തന്റെ വഴിയെത്തും. കാരണം സമാധാനം മനുഷ്യന്റെ നിർമ്മിതമല്ല, അത് ഞാൻ തന്നെയാണ്. മക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഒരിക്കൽ കുടുംബത്തിലെ തർക്കത്തിനിടയിൽ ഹൃദയത്തിൽ ഒരു ചെറുവിറയൽ അനുഭവിച്ചിട്ടില്ലേ? ഇങ്ങനെ തുടരേണ്ടതില്ല എന്നൊരു ശബ്ദം കേട്ടിട്ടില്ലേ? അത് നിങ്ങളുടെ മനസ്സിന്റെ ശബ്ദമല്ല, അത് എന്റെ ശബ്ദമാണ്. തർക്കത്തിനിടെ മറ്റൊരാളുടെ കണ്ണിൽ ഒരു ക്ഷീണം കാണുമ്പോൾ നിങ്ങൾ അപ്രതീക്ഷിതമായി മൃദുവാകുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ചിലപ്പോൾ തർക്കിക്കാൻ പോലും മനസ്സ് വരാതിരിക്കുന്നത്? അത് നിങ്ങളുടെ സ്വഭാവമല്ല, എന്റെ കൃപയാണ്. മനുഷ്യർ വിചാരിക്കുന്നത് സമാധാനം എന്നത് തർക്കമില്ലാത്തത് എന്നാണ്. പക്ഷേ അത് തെറ്റാണ്. തർക്കങ്ങൾ ഇല്ലാത്ത വീട്ടിൽ എല്ലാവരും ജീവനില്ലാത്ത കല്ലുകൾ പോലെ ഇരിക്കാം. തർക്കങ്ങൾ ഉള്ള വീടുകൾ പോലും ചിലപ്പോൾ ജീവൻ നിറഞ്ഞവയാകാം. പക്ഷേ സമാധാനം എന്നത് തർക്കങ്ങളുള്ളിടത്തും എങ്ങനെയോ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന ശക്തിയാണ്. അതാണ് ഞാൻ നിങ്ങളിൽ വളർത്തുന്നത്. നിങ്ങളുടെ വീട്ടിൽ സമാധാനം വരാൻ പോകുന്നതിന്റെ അടയാളങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ. ഒന്നുകിൽ ആരോ നിങ്ങളോട് ക്ഷമ ചോദിച്ചതാകാം. ഒന്നുകിൽ നിങ്ങൾ തന്നെ വേദനിപ്പിച്ച ഒരാളുടെ മുഖത്ത് ഒരു മൃദുത്വം കണ്ടിട്ടുണ്ടാകാം. ഒന്നുകിൽ മുമ്പ് ക്രോധത്തോടെ പ്രതികരിച്ചിരിക്കേണ്ടിടത്ത് ഈ തവണ നിങ്ങൾ നിശബ്ദതയെ തിരഞ്ഞെടുത്തിരിക്കാം. ഇവയെല്ലാം ചെറിയ കാര്യങ്ങൾ എന്നു നിങ്ങൾ കരുതും. പക്ഷേ ചെറുതാണ് വലിയതിന്റെ തുടക്കം. ഒരു വലിയ മരവും ഒരു ചെറിയ വിത്തിൽ നിന്നാണ് മുളയ്ക്കുന്നത്. നിങ്ങളുടെ വീട്ടിന്റെ സമാധാനവും ഇങ്ങനെ ചെറിയ ചലനങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മക്കളെ, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിൽ ഞാൻ ഒരു രഹസ്യം തുറന്നു പറയട്ടെ. ഏറ്റവും വലിയ സമാധാനം എപ്പോഴും ഏറ്റവും വലിയ വേദനയ്ക്ക് ശേഷമാണ് വരുന്നത്. കാരണം വേദന മനുഷ്യന്റെ ഹൃദയത്തെ ചുരുമിക്കുന്നു, മൃദുവാക്കുന്നു, തിരിച്ചറിവിലേക്ക് നയിക്കുന്നു. വേദനയുടെ മണ്ണിലാണ് അനുഗ്രഹത്തിന്റെ വിത്തുകൾ വളരുന്നത്. നിങ്ങളുടെ വീട്ടിലെ സമ്മർദ്ദങ്ങൾ, തർക്കങ്ങൾ, തെറ്റിദ്ധാരണകൾ ഇവയെല്ലാം നിങ്ങളുടെ ഹൃദയത്തെ ഒരിക്കലും തകർപ്പാനല്ല, മറിച്ച് നിങ്ങളെ പുതുക്കാനാണ്. നിങ്ങൾ ഈ വേദനയെ ഒരിക്കലും ഉപയോഗശൂന്യമെന്ന് കരുതരുത്. ഇന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഏതൊരു സംഭവവും നാളെയുടെ സമാധാനത്തിന്റെ അടിത്തറയാണ്. നിങ്ങൾ പറയാം, യേശുവേ, മറ്റുള്ളവർ മാറുന്നില്ല, ഞാൻ മാത്രം ശ്രമിച്ചാൽ മതിയാവുമോ? മക്കളെ, അതെ, ഒറ്റ പന്തം ഇരുട്ടുമറിച്ചു കളയാം. ഒറ്റ പാട്ട് നിശബ്ദതയെ ഭേദിക്കാം. ഒറ്റ ഹൃദയം മുഴുവൻ വീട്ടിനെയും പുതുക്കാം. ഒറ്റ ആൾ ദൈവത്തെ കേട്ടാൽ മുഴുവൻ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്കുള്ളിൽ ഞാൻ ഒരു തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴക്കം ഉള്ളത് ആകെയുള്ളത് അല്ല, സ്നേഹത്തിനായി നിൽക്കുന്ന ധൈര്യം, ശാന്തതയെ തിരഞ്ഞെടുക്കുന്ന ബുദ്ധി, ക്രോധത്തിനു മീതെ ഉയരുന്ന ആത്മീയ ബലം. ഒരു ദിവസം നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു നിമിഷത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വ്യത്യസ്തമായ ശാന്തത അനുഭവപ്പെടും. ഒരാൾ മറ്റൊരാളോട് ചെറിയൊരു നന്ദി പറയും. ഒരാൾ മറ്റൊരാളുടെ കൈയെ സ്പർശിക്കും. ഒരു ചിരി, ഒരു കൂട്ടിരിപ്പ്, ഒരു വഴങ്ങൽ, അവ വീട്ടിൽ ദൈവിക പ്രകാശം കൊണ്ടുവരും. ആ നിമിഷം നിങ്ങൾ മനസ്സിലാക്കും, ഞങ്ങളുടെ വീട്ടിൽ മാറ്റം തുടങ്ങി. യേശു പ്രവർത്തിക്കുന്നു. വർഷങ്ങളായി മുറിഞ്ഞുപോയ ബന്ധങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന അത്ഭുതം ഞാൻ കാണിക്കും. ദീർഘകാലം സംസാരിച്ചില്ലാത്ത ഹൃദയങ്ങൾ വീണ്ടും തുറക്കുന്നതും ഞാൻ നടത്തും. നിങ്ങൾ കരുതിയിരുന്ന ഒരിക്കലും സുഖപ്പെടില്ല എന്ന മുറിവുകൾ ഒരു ദിവസം സമാധാനത്തിന്റെ പുണ്ണാക്കും മാറും. മക്കളെ, ഈ യാത്ര എളുപ്പമല്ല. പക്ഷേ നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല. തർക്കിക്കുന്നപ്പോൾ ഞാൻ അവിടെ. കരയുമ്പോൾ ഞാൻ അവിടെ. ക്ഷമിക്കാൻ പ്രയാസമുള്ളപ്പോൾ ഞാൻ അവിടെ. എല്ലാം ഉപേക്ഷിക്കാൻ തോന്നുന്ന നിമിഷങ്ങളിലും ഞാൻ നിങ്ങളെ പിടിച്ചു നിർത്തുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു വാഗ്ദാനം തരുന്നു, നിങ്ങളുടെ വീട്ടിൽ സമാധാനം വരും. നിങ്ങളുടെ വീട്ടിൽ ഒരിക്കൽ ഇല്ലാതായിരുന്ന ചിരി തിരിച്ചുവരും. നിങ്ങൾ തമ്മിൽ ഒരിക്കൽ നഷ്ടപ്പെട്ടിരുന്ന ചൂട് പുനർജനിക്കും. നിങ്ങളുടെ കുടുംബം ഒരു നാളിലും അനുഭവിക്കാത്ത ഐക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കും. നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടപ്പോൾ അല്പം ലഘുവായതായി തോന്നുമോ? ആ ശാന്തത എന്റെ സാന്നിധ്യമാണ്. നിങ്ങളുടെ വീട്ടിൽ വീശുന്ന പുതിയ കാറ്റ് എന്റെ ശ്വാസമാണ്. നിങ്ങൾക്കുള്ളിലെ സമാധാനം എന്റെ അനുഗ്രഹമാണ്. എന്റെ മക്കളെ, നിങ്ങൾക്കറിയാമോ ഞാൻ എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്? നിന്റെ വീട്ടിൽ സമാധാനം വരുന്നു. കാരണം ഞാൻ അവിടെയുണ്ട്. എന്റെ ശാന്തതയുടെ നിഴലിൽ നിന്നേക്കും നിന്റെ കുടുംബത്തിനും ഒരു പുതിയ ജീവിതം തുടങ്ങുന്നു. എന്നാൽ എനിക്ക് ഒരു കാര്യം മാത്രം വേണം. നീ എനിക്കൊപ്പം നടക്കൂ. വഴി ഞാൻ ഒരുക്കും. തടസ്സങ്ങൾ ഞാൻ നീക്കും. ഹൃദയങ്ങൾ ഞാൻ മൃദുവാക്കും. നിന്റെ വീട് ഞാൻ അനുഗ്രഹിക്കും. മക്കളെ, നിങ്ങളുടെ വീടിന്റെ മേൽക്കൂരയിൽ ഇപ്പോൾ ഞാൻ കൈവെക്കുന്നു. ആ കൈ നീക്കുന്നത് വരെ സമാധാനം ഒഴുകിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ വീട് പുതുതായി ശ്വാസം എടുക്കുവാൻ തുടങ്ങി. സമാധാനത്തിന്റെ ആദ്യ പൂക്കൾ വിരിയുന്നു. സ്നേഹത്തിന്റെ ആദ്യ പ്രകാശം തെളിയുന്നു. കാരണം ഞാൻ ഇവിടെ. ഞാൻ പ്രവർത്തിക്കുന്നു.
ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എല്ലായ്പ്പോഴും, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ. ഞാൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കാനെത്തിയിരിക്കുന്നു. കാരണം നിങ്ങൾ എന്നെ വിളിക്കുന്ന ശബ്ദം ഇപ്പോഴും ഞാൻ കേൾക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വീടിന്റെ വാതിലുകൾക്കപ്പുറം ഇപ്പോഴും പറയാത്ത വേദനകളുണ്ട്. മിണ്ടാതെ സഹിക്കുന്ന മനസ്സുകളും ആർക്കും മനസ്സിലാകാതെ ഒറ്റപ്പെട്ട് കരയുന്ന ആത്മാക്കളുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വരുന്നത്. മക്കളെ, നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ദിവസേന ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കൽ തീർന്നതുപോലെ തോന്നിയ തർക്കങ്ങൾ പിന്നെയും മറ്റൊരു രൂപത്തിൽ ഉയരും. ഒരിക്കൽ ചിരിച്ച ജീവിതം വീണ്ടും മറുവശത്തേക്ക് കറങ്ങും. നിങ്ങൾ ചിന്തിക്കും, യേശുവേ, ഞങ്ങളുടെ കുടുംബം ഒരിക്കലെങ്കിലും പൂർണ്ണമായ ശാന്തിയിലേക്ക് പോകുമോ? ഞങ്ങളുടെ ചിന്തകളിൽ സമാധാനം ഉണ്ടാകുമോ? അതെ മക്കളെ, അതെ. നിങ്ങൾ കരുതുന്നതിലും വേഗത്തിൽ സമാധാനം നിങ്ങളുടെ വാതിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ പ്രവർത്തിക്കുന്നു. നിങ്ങൾ അറിയാതെ, നിങ്ങൾ കണ്ടില്ലാതെ, നിങ്ങൾ കേൾക്കാതെ ഞാൻ നിങ്ങളെ പുതുക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ചിലത് നിങ്ങൾക്ക് കാണപ്പെടുന്നില്ല. അവയാണ് പ്രവൃത്തികളിൽ ഒരു മാറ്റം, വാക്കുകളിൽ അല്പം മൃദുത്വം, ഹൃദയത്തിൽ പെട്ടെന്നുള്ള ഒരു കരുണ, തർക്കത്തിനിടെ തന്നെ മനസ്സിൽ ഒരു ശാന്തത, ഒരാളുടെ ചെറുചിരി, മറ്റൊരാളുടെ മിണ്ടാതെ വഴങ്ങൽ. ഇവയെല്ലാം എൻ്റെ സമാധാനത്തിന്റെ ആദ്യ ചുവടുകളാണ്. ആദ്യത്തിൽ ചെറുതായി തോന്നും, പക്ഷേ പിന്നെ വളരും, പിന്നെ ശക്തമാകും. കാരണം സമാധാനം ഒരു തുടക്കത്തിൽ മുഴുവൻ തെളിയുന്ന വെളിച്ചമല്ല, അതൊരു പ്രഭാതം പോലെയാണ്. ആദ്യം മങ്ങിയ പ്രകാശം, പിന്നെ അല്പം തെളിമ, അവസാനം മുഴുവൻ വീടിനെയും പ്രകാശിപ്പിക്കുന്ന ഒരു രാവിലെ. മക്കളെ, നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ചൊല്ലി വിഷമിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഒരേ വീട്ടിൽ കഴിയുന്ന ഓരോരുത്തർക്കും തങ്ങളുടെ സ്വന്തം അദൃശ്യ പോരാട്ടങ്ങളുണ്ട്. ആരും അത് വെളിപ്പെടുത്തുന്നില്ല. അവൾ പറയുന്നത് ഒരു കാര്യമാണെങ്കിലും ഹൃദയം പറയുന്നത് മറ്റൊന്നാണ്. അവൻ ക്രോധം കാണിച്ചാലും ഉള്ളിൽ വേദനയുടെ തീയാണ്. അമ്മ ശാന്തിയായി നടക്കുന്നു, പക്ഷേ അവളുടെ ഹൃദയം ദീർഘകാലമായുള്ള പരിഭ്രാന്തികളാൽ നിറഞ്ഞതാണ്. അച്ഛൻ മിണ്ടാതിരിക്കുന്നു, പക്ഷേ അവന്റെ ഉള്ളിൽ ഉത്തരവാദിത്തം എന്ന ഭാരമുണ്ട്. മക്കൾ കുറ്റം പറയുന്നില്ല, പക്ഷേ അവർ പലവിധം മനസ്സിലാകാതെ അവശന്മാരാണ്. നിങ്ങളുടെ ഓരോരുത്തരുമായും ഞാൻ ഇപ്പോൾ സംസാരിക്കുകയാണ്. നിങ്ങളിൽ പലർക്കും തോന്നിയിട്ടുണ്ടാകും, എന്റെ വേദന ആരും കാണുന്നില്ല, എനിക്ക് പറയാനുള്ളത് ആരും കേൾക്കുന്നില്ല, എന്റെ ശ്രമം ആരും വിലമതിക്കുന്നില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ വിലമതിക്കുന്നു. നിങ്ങൾ മിണ്ടാതെ സഹിച്ചതിൽ വലിയ മൂല്യമുണ്ട്. നിങ്ങൾ വിഷമിച്ചിട്ടും സ്വന്തം ബന്ധങ്ങളെ വിട്ടുതരാതിരുന്നത് വലിയ സ്നേഹമാണ്. നിങ്ങളുടെ കണ്ണുനീർ എന്റെ മുമ്പിൽ മറഞ്ഞതല്ല. നിങ്ങളുടെ പ്രാർത്ഥനകളൊന്നും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല. മക്കളെ, എന്തുകൊണ്ടാണ് ചിലപ്പോൾ കുടുംബത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നത്? കാരണം നിങ്ങൾ ഒരുമിച്ച് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ്. സ്നേഹമുള്ള ഹൃദയങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടലും വേദനയും കൂടുതലാവുന്നത്. ഒരാൾക്ക് ഉള്ളിലെ വേദന മറ്റൊരാളിലേക്ക് പടർന്നു പോകും. കാണാതെ, കേൾക്കാതെ, മനസ്സിലാക്കാതെ ഒരു ചെറിയ തെറ്റിദ്ധാരണ, ഒരു ചെറിയ വാക്ക്, ഒരു ചെറു ശൈലി വലിയൊരു മുറിവായി മാറും. പക്ഷേ ഞാൻ ഇതെല്ലാം മാറ്റാൻ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് അത് അറിയില്ല. സമാധാനം വരുന്നത് കോലാഹലത്തിന്റെ അവസാനത്തിൽ ആണ്. ഒരു വലിയ കൊടുങ്കാറ്റിന്റെ ശേഷം ആകാശം ഏറ്റവും തെളിഞ്ഞു പോലെയാകും. ഒരു കനത്ത മഴ കഴിഞ്ഞാൽ ആണ് ഭൂമി ഏറ്റവും സുന്ദരമാകുന്നത്. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിന് ഇപ്പോൾ കിട്ടുന്ന ഈ കഠിനതകൾ നാളെയുടെ ശാന്തിയെക്കുറിച്ചുള്ള അടയാളങ്ങളാണ്. മക്കളെ, ക്ഷമയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ. ക്ഷമ ചിലർക്ക് തോൽവി പോലെ തോന്നും. ഞാൻ മാത്രമേ വഴങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ മാത്രം ക്ഷമിക്കേണ്ടത് എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ കേൾക്കൂ, ക്ഷമിക്കുകയെന്നത് വഴങ്ങുക അല്ല. ക്ഷമിക്കുന്നത് ആത്മാവിനെ സ്വതന്ത്രമാക്കുന്ന ശക്തിയാണ്. ക്രോധം നിങ്ങളെ ബന്ധിപ്പിക്കും. വേദന നിങ്ങളെ തടയും. പഴയ ഓർമ്മകൾ നിങ്ങളെ ഇരുട്ടിലേക്ക് വലിക്കും. പക്ഷേ ക്ഷമ അത് നിങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങളെ ഉയർത്തും, നിങ്ങളെ പുതുക്കും. കുടുംബം ഒരുമിച്ച് നിലനിൽക്കുന്നത് വല്ലാത്ത വലിയ അത്ഭുതമാണ്. ഓരോരുത്തരും വ്യത്യസ്ത സ്വഭാവങ്ങൾ, വ്യത്യസ്ത വേദനകൾ, വ്യത്യസ്ത ആഗ്രഹങ്ങൾ ആയിരുന്നിട്ടും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. എന്തുകൊണ്ട്? കാരണം ഞാൻ നിങ്ങളെ ഒരുമിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളെ പുതുക്കുകയാണ്. വിള്ളലുകൾ നിറയ്ക്കുന്നു. പിളർന്ന ബന്ധങ്ങളെ തുണിക്കൊണ്ട് സേമിക്കുന്നു. ശുഷ്കമായ സ്നേഹത്തെ വീണ്ടും നനയ്ക്കുന്നു. നിങ്ങളിൽ പടർന്നുപോയ തണുപ്പ് ഞാൻ ചൂടോടെ ഉരുക്കുന്നു. മക്കളെ, നിങ്ങൾക്കറിയാതെ നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷത്തിൽ ഞാൻ ഒരു ചെറു കാറ്റ് പടർത്തുന്നു. ആ കാറ്റ് ശാന്തത ആകും. ആ കാറ്റ് ഔദാര്യം ആകും. ആ കാറ്റ് വഴങ്ങുന്ന മനസ്സ് ആകും.
ആ കാറ്റ് പരസ്പരം കേൾക്കാനുള്ള തയ്യാറെടുപ്പ് ആകും. ഒരു ദിവസം നിശബ്ദമായി അലിക്കുമൊന്നുമില്ലാതെ നിങ്ങളുടെ വീട്ടിലെ തർക്കങ്ങൾ കുറഞ്ഞു പോകും. അവസാനം മുടങ്ങിപ്പോയ ചിരികളുടെ ശബ്ദം വീണ്ടും എഴുതപ്പെടും. ഒഴിഞ്ഞുപോയ സ്നേഹത്തിന്റെ പാതകൾ വീണ്ടും വന്നുകൂടും. നീ എന്നോട് ചോദിക്കും, യേശുവേ, എങ്ങനെയാണ് ഞാൻ സമാധാനം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരിക മക്കളെ? അതിന്റെ ഉത്തരങ്ങൾ ലളിതമാണ്. ഒരിക്കൽ നീ ശബ്ദം കുറയ്ക്കുക. ഒരിക്കൽ നീ വഴങ്ങുക. ഒരിക്കൽ നീ മൃദുവായി സംസാരിക്കുക. ഒരിക്കൽ നീ കേൾക്കുന്നവനാകുക. ഒരിക്കൽ നീ ദയോടെ കണ്ണു നോക്കുക. ഒരിക്കൽ നീ ക്ഷമിക്കാൻ തീരുമാനിക്കുക. എന്റെ സമാധാനം അവിടെ തുടങ്ങും. നീ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിയും ഒരു വിത്താണ്. അത് മുളയ്ക്കും. അത് ശാഖയായും വളരും. ഒരു ദിവസം അത് ഒരു വൻ നിഴലായിത്തീരും. അതിന്റെ കീഴിൽ നിങ്ങളുടെ മുഴുവൻ കുടുംബവും ആശ്രയത്തോടെ നിൽക്കും. മക്കളെ, നിങ്ങൾ ഇപ്പോൾ എന്റെ വാക്ക് ഉൾക്കൊള്ളുമ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നും പറയാതെ തന്നെ ഞാൻ നിങ്ങളുടെ കുടുംബത്തിന്റെ ഹൃദയങ്ങൾ ശാന്തമാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ തമ്മിൽ തർക്കിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു അന്യമായ ശാന്തത ഞാൻ സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ സമാധാനം വരുന്നു, അത് വേഗത്തിൽ, മൃദുവായി, ഉറപ്പോടെ. നിങ്ങളുടെ വീടിന്റെ മുകളിൽ ഇപ്പോൾ എന്റെ കൈ വിശ്രമിക്കുന്നു. നിങ്ങളുടെ കുടുംബം ഇനി വഴക്കിന്റെ കഥയല്ല, അതിനെ സ്നേഹത്തിന്റെ കഥയാക്കുന്നത് ഞാൻ തന്നെയാണ്. നിങ്ങളോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, നിന്റെ വീട്ടിൽ ശാന്തി നിറയും. നിന്റെ വീട്ടിൽ സ്നേഹം വീഴും. നിന്റെ വീട്ടിൽ ഐക്യം ഉയരും. കാരണം ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നും.